അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സുഹൃത്തുക്കളെ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഒരു ഡെമോ സാധനം ഇട്ടായിരുന്നു. ഓക്കെ, ആ ഡെമോ വീഡിയോ നമുക്കൊന്ന് കാണാൻ കഴിയും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ സത്യം പറഞ്ഞ കുറെ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എന്റെ എന്താ ഇത്ര വൈകി? ആളുകൾ കണ്ണിന് മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു. അത് ശരി. ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ തിരക്കായത് കൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ എനിക്ക് ടൈം ഒരു മാറ്റം ഇല്ല. എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. അതറിഞ്ഞാ മതി. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റൊക്കെ തരുന്നതായിരിക്കും. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ബാക്കി പറയിച്ചു. അയ്യോ, കയ്യിൽ നിന്ന് ഫോൺ വരെ പോകും. ചേച്ചിയുടെ എക്സ്ക്ലൂസീവ് കാരണമായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ്. അയ്യോ, വൈകിട്ടൊന്നുമില്ല, കറക്റ്റ് സമയമാണ്. ചേച്ചി ഇച്ചിരി വൈകിട്ടാണെങ്കിലും നല്ല ഒഞ്ഞു വന്നാൽ മതി. സന്തോഷായി, നല്ല സന്തോഷമായി. ചേച്ചി എപ്പോഴും ലോക്കൽ സെറ്റപ്പ് അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സബ്സ്ക്രിപ്ഷൻ ആണ്. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ വെറും 150 രൂപയ്ക്ക് ചേച്ചി നൽകുന്നു. ചേച്ചി ഒരു രക്ഷയില്ല. ചേച്ചിയുടെ സബ് തീ തന്നെ ഒരുപാട് ഇഷ്ടമായി. ഇപ്പൊ ലാസ്റ്റ് ഇട്ടല്ലയോ, അത് സൂപ്പർ ചേച്ചി, കാട്ടുതീ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരോ? ചേച്ചി അങ്ങനല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നരമ്പന്മാരുണ്ട്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടായിട്ട് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയും. എന്ത് ദുരവസ്ഥയാണ്. എന്തൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. എങ്ങനെങ്കിലും ആ ക്ലീവേജും വയറും ഒക്കെ ഒന്ന് കാണിച്ച് കുറച്ച് 4 പൈസ എങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ബൊമ്മാര് സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണ്. എന്തോ എങ്ങനെ അത്രയും വേണോ സാർ? വേണം. മെറ്റ പോലും വിചാരിച്ച് കാണത്തില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സാധാരണ മെറ്റ ഈ സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സാധനമൊക്കെ നല്ല കാര്യങ്ങൾക്ക് എന്തോ അവർ പടച്ചുവിട്ട സാധനമാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള അപരാധികളെല്ലാം കൂടെ ഇതൊരു തുണ്ട് സാധനമായിട്ടങ്ങ് മാറ്റി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ.